കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ബോട്ടുകളും ഡ്രോണും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഉപയോഗിച്ചായിരുന്നു കടലിൽ തെരച്ചിൽ നടത്തിയത്. മകനെ കണ്ടെത്താൻ വൈകുന്നതിൽ അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെയായിരുന്നു തെരച്ചിൽ ഊർജിതമാക്കിയത്. അതേസമയം തെരച്ചിലുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു കാണാതായ പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണനായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങിയ തെരച്ചിലിൽ കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും മുങ്ങൽ വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും ഭാഗമായി. ഹെലികോപ്റ്റർ, ഡ്രോൺ ഉൾപ്പെടെയുള്ളവയുടെ സഹായത്താലാണ് തെരച്ചിൽ നടന്നത്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തയെന്ന് ഗൗതമിന്റെ അമ്മ മീഡിയ വണ്ണിനോട്. 1 അല്ല 2 അല്ല 3 അപകടം ഒരുമിച്ച് കണ്ട് വിറങ്ങലിച്ച് നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇത്രയും ഒരു അവസ്ഥയിലോട്ട് ഞാൻ ഇറങ്ങിച്ചെല്ലേണ്ടി വന്നു. അതിനുശേഷം മാത്രമാണ് സിസ്റ്റം നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, എന്നിട്ടും നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് പറയുന്നത് പിന്നെ നിങ്ങളിപ്പോഴല്ലേ ആവശ്യപ്പെട്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഞാൻ നേരിടേണ്ടി വന്നു. കോസ്റ്റൽ ഗാർഡിനൊപ്പം നാവികസേനയും തിരച്ചിലിന്റെ ഭാഗമാകുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി രേഷ്മ പറഞ്ഞു. പോലീസ് ബോട്ട് പോകുമ്പം അതിൽ പോലീസുകാരെ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ പോരാ, എൻ്റെ വിഭാഗത്തിൽപ്പെട്ട 2 പേര്, ഒരാളെ പോരാ, എനിക്ക് 2 പേരെയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിച്ചു. അങ്ങനെ ഉറപ്പ് തന്നിട്ട് പോയിട്ടുണ്ട്. അതങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. മന്ത്രി ഷിബു ബേബി ജോൺ ഗൗതമിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത് എന്നും തെരച്ചിലിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഒരുപക്ഷെ ആ കുടുംബത്തെ യഥാസമയം അറിയിക്കാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ്. ഇന്നിപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഡ്രോൺ വെച്ചുകൊണ്ടുള്ള സെർച്ച് വേണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടത്. അതിന്ന് ചെയ്യുകയുണ്ടായി. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം രാഷ്ട്രീയമായി ഏറ്റെടുക്കാനാണ് CPM തീരുമാനം. ഇതിന്റെ ഭാഗമായി CITU മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്കും DYFI ജില്ലാ കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. 8 ദിവസം മുൻപാണ് നീണ്ടകരയിൽ നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം അപകടത്തിൽപ്പെട്ട് ഗൗതം കൃഷ്ണയെ കാണാതായത്. ഗൗതമിന്റെ അച്ഛനും മുത്തച്ഛനും ഇതേ അപകടത്തിൽ മരിച്ചിരുന്നു. ഇത്രയും ദിവസമായിട്ടും തിരച്ചിലിൽ പുരോഗതിയില്ലാത്തതിനാൽ രേഷ്മ ഇന്നലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധമുയർത്തി. ഇതിനു പിന്നാലെയാണ് വിപുലമായ തിരച്ചിലിന് ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകിയത്. മീഡിയ 1 കൊല്ലം.